ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രീഷ്യൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വരുന്ന ഈ പോസ്റ്റിലേക്ക്, അതായത് കാറ്റഗറി നമ്പർ 246/2024. അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. 5/8/2025 എക്സാം നടക്കുക. ഓഗസ്റ്റ് 5 തീയതിയാണ്. ലാസ്റ്റ് നമ്മൾ നേരത്തെ ഈ ഒരു കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഇലക്ട്രീഷ്യൻ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. പറഞ്ഞ പോലെ പോസ്റ്റ് ഇലക്ട്രീഷ്യനാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 19,000 തൊട്ട് 43,600 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് 4 ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ in the absence of candidate with the above qualification certificate awarded by ITI after having completed 18 months course in trade of electrician. ITI electrician. ഓക്കെ, അതും 18 മാസ കോഴ്സാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 year എക്സ്പീരിയൻസ് ഇൻ ഫിലിം സ്റ്റുഡിയോ ഓഫ് റെപ്യൂട്ട് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്ന പോയിന്റിൽ തന്നെ ഒരു കാര്യം കൂടെ അപ്ഡേറ്റ് ആവാറുണ്ട്. അതായത് സിലബസ് ആണ്. അപ്പോൾ ഈ സിലബസും വന്നിട്ടുണ്ട്. ഇതാണ് സിലബസിൻ്റെ ഒരു ഓവർവ്യൂ. അതായത് ഓരോ മൊഡ്യൂൾസിനും അവർ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിന് 10 മാർക്സ് ആണ് പറയുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അതിന് 10 മാർക്സ് ആണ്. 3ക്ക് ഫണ്ടമെൻറ്റൽസ് ഓഫ് AC സിസ്റ്റം ആണ്. 4 മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. 5 സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെല്ല്. 6 എന്ന് പറയുന്നത് വയറിംഗ് ആക്സസറീസ് ആണ്. 7 DC മെഷീന്, 8 AC മെഷീന്, 9 ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ്, 10 പവർ ഇലക്ട്രോണിക്സ്. എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ് പോയിട്ടുള്ളത്. 10 മാർക്സ് ആണ്. ഈ ഒരു സിലബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന് വന്ന സെയിം സിലബസ് തന്നെയാണിത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തയ്യാറെടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് മാറാൻ സാധ്യതയുള്ളൊരു എക്സാമാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. എല്ലാ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സാമുകൾക്കൊക്കെ വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ഈ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. അത് ഇതിനകത്തുമുണ്ട്. അപ്പോൾ ഇതിൽ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വന്നേക്കുന്ന മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അതിനകത്ത് ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി, പെർമിറ്റിവിറ്റി, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, കൊളംസ് ലോ, ഫ്ലെമിങ്സ് ലോ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് AC സിസ്റ്റം ആണ്. അതിൻ്റെ അകത്ത് ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്, RMS വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ആവറേജ് വാല്യൂ, പിന്നെ സ്റ്റാർ ഡെൽറ്റ സിസ്റ്റം, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ 4 എന്ന് പറയുന്നത് മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൽ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, അങ്ങനെ തുടങ്ങിയായിട്ട് വരുന്ന ടോഡ് മീറ്റർ, CRO, ഇൻസുലേഷൻ മെഗർ, എർത്ത് മെഗർ, മൾട്ടിമീറ്റർ, CT ആൻഡ് BT, അങ്ങനെ വരുന്ന ഇൻസ്ട്രുമെൻസുകളെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ടും പറയുന്നത്. 5th എന്ന് പറയുന്നത് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. ഇത് ബേസിക് സേഫ്റ്റി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, പിന്നെ ബാറ്ററീസ് ടൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ആയിട്ടുള്ളത്. അടുത്തത് വയറിംഗ് ആക്സസറീസ് ആണ്. അതിനകത്ത് ഈ പറയുന്ന ഒരു ഫ്യൂസസിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ സ്വിച്ചസിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ എർത്തിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇലൂമിനേഷൻ, പിന്നെ അതുപോലെ സേഫ്റ്റി ഡിവൈസസ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നത് മൊഡ്യൂൾ 7 ആണ്. DC മെഷീൻസ് ആണ്. അതിൻ്റെ അകത്ത് DC ജനറേറ്ററും DC മോട്ടറും ആണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ആവുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് AC മെഷീനാണ്. മൊഡ്യൂൾ 8 അത് ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓൾട്ടർനേറ്റീവ്സ്, 3 ഫേസ് സിങ്ക്രോണസ് മോട്ടർ, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടേഴ്സ്, അതിനെ ഡീറ്റെയിൽ ചെയ്തേക്കുന്നതാണ് വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 9 ആണ്. ഡീറ്റെയിൽ ഇലക്ട്രോണിക്സ് ആണ്. അതിനകത്ത് നമ്പർ സിസ്റ്റം, ലോജിക്കൽ ഗേറ്റ്സ്, ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ADC, DAC, അങ്ങനെ തുടങ്ങിയ ടോപ്പിക്കുകളാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ആയിട്ടുള്ളത്. മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. റെക്ടിഫയേഴ്സ്, വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ്, പിന്നെ UJT റിലാക്സേഷൻ ഓസിലേറ്റർ, ഫെറ്റ്, ജെഫെറ്റ്, ട്രയാക്ക്, IGBT, SCR, അങ്ങനെ തുടങ്ങിയ ഇൻവെർട്ടർ, ബാറ്ററി ചാർജർ, UPS തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിലബസ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ സെയിം സിലബസ് ആണ്. ആ എക്സാം എഴുതിയ ആൾക്കാർക്ക്, അതുപോലെ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരും ആണെങ്കിൽ അവർക്ക് ഡെഫിനറ്റായിട്ടും അത് ഭയങ്കര ആഡഡ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്.
അങ്ങനെയുള്ളവരെ എത്രയും വേഗം തന്നെ ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി പ്രിപ്പറേഷൻ ഇതുവരെ ചെയ്യാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഉണ്ട് ഒരവസരം. അതായത് ഏണസ്റ്റ് അക്കാഡമി ഇതിൻ്റെ ഒരു കോഴ്സ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ ലൈവ് റെക്കോർഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ്സസും മോക്ക് ടെസ്റ്റ് മോഡൽ ടെസ്റ്റുകൾ അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണിത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും, അത് ഫിൽ ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ നമ്പർ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിൽ വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.